മാർക്കറ്റിനെ ഹയർ സൈഡിലേക്ക് നീങ്ങാൻ പ്രേരിപ്പിക്കുന്ന ഫ്രഷ് ട്രിഗറുകൾ ലഭ്യമല്ലാത്തതുകൊണ്ട് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിലും ഇന്ത്യൻ മാർക്കറ്റ് ഏറെക്കുറെ റേഞ്ച് ബൗണ്ട് മൂവ്മെൻ്റാണ് നടത്തിയത്. നിഫ്റ്റി 63 പോയിന്റ് ഉയർന്ന് 23,813 ക്ലോസിംഗ് നൽകി. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ പാർട്ടിസിപ്പേഷൻ കുറവായതുകൊണ്ട് മാർക്കറ്റിൽ വോളിയം കുറവായിരുന്നു. അതേസമയം ഇന്ന് വോളറ്റിലിറ്റി ഇൻഡെക്സിൽ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഇടിവ് വരികയും ചെയ്തു. ഹെവി വെയ്റ്റ് സ്റ്റോക്കുകളായ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര, ഇൻഡസ്ഇൻഡ് ബാങ്ക്, ടാറ്റ മോട്ടോഴ്സ് തുടങ്ങിയ സ്റ്റോക്കുകളായിരുന്നു ഇന്ന് ഇൻഡെക്സിനെ മുന്നിൽ നിന്നും നയിച്ചത്. അതേസമയം ICICI ബാങ്ക്, HDFC ബാങ്ക്, ഇൻഫോസിസ്, റിലയൻസ് ഇൻഡസ്ട്രീസ് തുടങ്ങിയ സ്റ്റോക്കുകൾ ഇൻഡെക്സിൽ ടോപ്പ് കോൺട്രിബ്യൂട്ടേഴ്സായി പ്രവർത്തിക്കുകയും ചെയ്തു. കഴിഞ്ഞ ആഴ്ച വീക്ക്ലി ബേസിസിൽ ഇൻഡെക്സ് 5% ഇടിഞ്ഞെങ്കിലും ഇന്ന് അവസാനിച്ച ഈ ആഴ്ചയിൽ ഇൻഡെക്സിൽ ഒരു സ്ലൈറ്റ് റിക്കവറി കാണാൻ സാധിച്ചതും മാർക്കറ്റിലെ പോസിറ്റീവ് സ്ട്രെങ്തിനെ ഉയർത്തുന്നുണ്ട്. ടെക്നിക്കലി നോക്കുകയാണെങ്കിൽ 23,900 റെസിസ്റ്റൻസും 23,700 സപ്പോർട്ടുമാണ്. ഇതേ റേഞ്ചിനുള്ളിലുള്ള റേഞ്ച് ബൗണ്ട് മൂവ്മെൻ്റാണ് മാർക്കറ്റ് നടത്തുന്നത്. ഈ സപ്പോർട്ടോ റെസിസ്റ്റൻസോ ബ്രേക്ക് ചെയ്യാതെ മാർക്കറ്റിൽ ഫർദർ അപ്സൈഡ് മൊമെൻറ്റമോ ഡൗൺ സൈഡ് മൊമെൻറ്റമോ പ്രതീക്ഷിക്കേണ്ട ആവശ്യവുമില്ല. ഇൻഡെക്സിനെ സംബന്ധിച്ചിടത്തോളം 23,850 ഒരു പ്രധാന ബ്രേക്കൗട്ട് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ലെവലാണ്. 200-ഡേ സിമ്പിൾ മൂവിങ് ആവറേജ് റേഞ്ച്. 200-ഡേ സിമ്പിൾ മൂവിങ് ആവറേജ് റേഞ്ചിന് മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ 24,000, 24,020 തുടങ്ങിയ ലെവൽ, 24,240 തുടങ്ങിയ ലെവലുകളിലേക്കുള്ള മൂവ്മെൻറ്റ് വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി ഇന്ന് ഫാർമ ഇൻഡെക്സും ഓട്ടോ ഇൻഡെക്സും മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചു. ഫാർമ ഇൻഡെക്സ് 1.30% ഉയർന്നപ്പോൾ ഓട്ടോ ഇൻഡെക്സ് 0.27% ഉയർന്നു. പ്രൈവറ്റ് ബാങ്ക് ഇൻഡെക്സ് 0.4%, PSU ബാങ്ക് ഇൻഡെക്സ് 0.89% ഉയർന്നു. ഇനി ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചത് ഡിഫൻസ് സെക്ടറിലെ ചില സ്റ്റോക്കുകളാണ്, പ്രത്യേകിച്ചും ഷിപ്പ് ബിൽഡിങ്ങുമായി ബന്ധപ്പെട്ട സ്റ്റോക്കുകൾ. കൊച്ചിൻ ഷിപ്പ്യാർഡ് 5%, GRSE ഇൻട്രാഡേയിൽ 9% ഉയർന്നു. 2025 ഫെബ്രുവരി മാസത്തിൽ ബഡ്ജറ്റ് ഡേറ്റ് അനൗൺസ് ആയതോടുകൂടി ഡിഫൻസ് സെക്ടറിലെ സ്റ്റോക്കുകളിലേക്ക് മാർക്കറ്റിൻ്റെ ശ്രദ്ധ പോവുകയാണ്. ഡിഫൻസ് സെക്ടറിലെ പല കമ്പനികളും ഹെവി ഡിസ്കൗണ്ട് ലഭിക്കുന്നു. 52 വീക്ക് ഹൈയിൽ നിന്നും കൊച്ചിൻ ഷിപ്പ്യാർഡ് ഉൾപ്പെടെയുള്ള സ്റ്റോക്കുകൾ ഏകദേശം 30% മുകളിൽ ഡിസ്കൗണ്ട് ലഭിക്കുന്നുണ്ട്. ഡിഫൻസ് സെക്ടറിലെ സ്റ്റോക്കുകളെ ബഡ്ജറ്റ് പോയിന്റ് ഓഫ് വ്യൂ ഫോക്കസ് ചെയ്യാമെന്ന് തന്നെയാണ് അനലിസ്റ്റുകൾ പറയുന്നത്. അതേസമയം അപ്സൈഡ് പൊട്ടൻഷ്യൽ ലിമിറ്റഡ് ആണെന്നുള്ള ഒരു വാർണിംഗും നൽകുന്നുണ്ട്. പ്രത്യേകിച്ചും ഡിഫൻസ് സെക്ടറിൽ ബുള്ളിഷ് ഔട്ട്ലുക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്ന പല ബ്രോക്കേഴ്സും 30 മുതൽ 40% അപ്സൈഡ് പൊട്ടൻഷ്യലാണ് ഡിഫൻസ് സെക്ടറിലെ, പ്രത്യേകിച്ചും ഷിപ്പ് മാനുഫാക്ചറിങ്ങുമായി ബന്ധപ്പെട്ട സെക്ടറിലെ സ്റ്റോക്കുകൾക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കൊച്ചിൻ ഷിപ്പ്യാർഡ് എന്ന കമ്പനിക്ക് അദാനി ഗ്രൂപ്പിൻ്റെ സൈഡിൽ നിന്നും ഇന്ന് 450 കോടി രൂപയുടെ മറ്റൊരു ഓർഡർ ലഭിക്കുകയും ചെയ്തു. അദാനി പോർട്ട് ആൻഡ് സ്പെഷ്യൽ ഇക്കോണമിക് സോണിന് ആവശ്യമായിട്ടുള്ള ഹാർബർ ടെക്സ് സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി 450 കോടി രൂപയുടെ ഓർഡറാണ് കമ്പനിക്ക് ലഭിച്ചിരിക്കുന്നത്. ഇവിടെ സപ്ലൈ ചെയിൻ ഡിസ്ട്രപ്റ്റ് ആയതിൻ്റെ ബെനിഫിറ്റ് ഡിഫൻസ് സെക്ടറിലെ കമ്പനികൾക്ക്, പ്രത്യേകിച്ചും ലോക്കൽ ഡിഫൻസ് സെക്ടറിലെ കമ്പനികൾക്ക് ലഭിക്കുകയാണ്. പല ലോക്കൽ ഡിഫൻസ് സെക്ടറിലെ കമ്പനികൾക്കും ഉയർന്ന ഓർഡറുകൾ ലഭിക്കുന്നുണ്ട്. കൂടാതെ പല സ്റ്റോക്കുകളും ഹെവി ഡിസ്കൗണ്ട് ലഭ്യവുമാണ്. മുമ്പും അദാനി പോർട്ടിന് 62 ടൺ ടഗുകൾ കൊച്ചിൻ ഷിപ്പ്യാർഡ് എന്ന കമ്പനി സപ്ലൈ ചെയ്തിരുന്നു. ഈ ന്യൂസ് കൊച്ചിൻ ഷിപ്പ്യാർഡിനെ സംബന്ധിക്കുന്ന പോസിറ്റീവ് അപ്ഡേറ്റ് ആണ്. ടെക്നിക്കലി സ്റ്റോക്കിൽ ഒരു ട്രെൻഡ് റിവേഴ്സൽ വന്നു. ട്രെൻഡ് റിവേഴ്സൽ വന്നതിന് ശേഷം ട്രെൻഡ് ലൈൻ ബ്രേക്കൗട്ട് സ്റ്റോക്കിൽ വരികയും അതിനുശേഷം സ്റ്റോക്ക് ഹയർ സൈഡിലേക്ക് നീങ്ങുകയുമായിരുന്നു. കഴിഞ്ഞ 2 ആഴ്ചയായി ഇൻഡെക്സിൽ വീണ്ടും കറക്ഷൻ വരികയും 1,500 എന്ന സ്ട്രോങ് സപ്പോർട്ടിനടുത്ത് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ നിന്നും 1,600 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഫർദർ അപ്സൈഡ് മൊമെൻറ്റം കൊച്ചിൻ ഷിപ്പ്യാർഡ് എന്ന സ്റ്റോക്കിൽ പ്രതീക്ഷിക്കാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.